മലയാള സിനിമ ഇപ്പോൾ പരീക്ഷണങ്ങളുടെയും സർപ്രൈസുകളുടെയും ഒരു വസന്തകാലത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അതിൽ 2026 പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന ഒരു സൈക്കോ ഹീസ്റ്റ് ത്രില്ലർ ചിത്രമാണ് ഐ നോബഡി. പൃഥ്വിരാജ് സുകുമാരനും പാർവതി തിരുവോത്തും വീണ്ടും ഒന്നിക്കുന്ന റോഷാക്ക് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിനു ശേഷം നിസാം ബഷീർ സംവിധാനം ചെയ്യുന്ന ഈ സിനിമയുടെ ഏറ്റവും പുതിയ റിലീസ് അപ്ഡേറ്റുകളും കാസ്റ്റ് ആൻഡ് ക്രൂ വിശേഷങ്ങളും ഒപ്പം സോഷ്യൽ മീഡിയയിൽ പുകയുന്ന ചില വമ്പൻ ഗോസിപ്പുകളുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഏറ്റവും പുതിയ ഒഫീഷ്യൽ അപ്ഡേറ്റ് പ്രകാരം ഐ നോബഡി 2026 ജൂലൈ 9 ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. ജൂൺ 18 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൻ്റെ ട്രെയിലർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ തരംഗമാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക് ഭാഷകളിലും ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. ട്രെയിലർ നൽകുന്ന സൂചനകൾ അനുസരിച്ച് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന രാജീവൻ എന്ന കഥാപാത്രം ഒരു സാധാരണ ഗവൺമെൻറ് ബാങ്ക് ജീവനക്കാരനാണ്. ഭാര്യയും 2 മക്കളുമായി സമാധാനപരമായി ജീവിക്കുന്ന ഇയാളുടെ ജീവിതത്തിലേക്ക് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കടന്നു വരുന്നതോടെയാണ് കഥ മാറുന്നത്. ഏകദേശം 17 കോടി രൂപയുടെ ഒരു വലിയ ബാങ്ക് കൊള്ളയുമായി രാജീവിന് ബന്ധമുണ്ടെന്ന തരത്തിൽ ട്രെയിലർ മുന്നോട്ടു പോകുന്നത്. എന്നെ എതിർത്തവരാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല എന്ന് പൃഥ്വിരാജിൻ്റെ മാസ് ഡയലോഗ് ചിത്രത്തിൻ്റെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടെന്നുള്ളത് ഉറപ്പിച്ചു കഴിഞ്ഞു. ഒരു സിനിമയുടെ സംവിധായകനും എഴുത്തുകാരനും ആരാണെന്ന് നോക്കി തിയേറ്ററിലേക്ക് കയറുന്ന പ്രേക്ഷകർ ഈ ചിത്രം വലിയൊരു പ്രതീക്ഷയാണ്. കാരണം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ അത്രത്തോളം ശക്തരാണ്. സംവിധാനം നിസാം ബഷീർ. കെട്ടിയോളാണ് എൻ്റെ മാലാഖ എന്ന ഫീൽ ഗുഡ് ചിത്രത്തിന് ശേഷം മമ്മൂട്ടിയെ വെച്ച് റോഷാക്ക് എന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ഒരുക്കിയ മലയാളികളെ ഞെട്ടിച്ച സംവിധായകനാണ് നിസാം ബഷീർ. ഡാർക്ക് അന്തരീക്ഷവും സൈക്കോ ത്രില്ലർ സ്വഭാവമുള്ള മേക്കിംഗ് ശൈലിയാണ് ഇത്തവണയും നിസാം ഈ ചിത്രത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത്. തിരക്കഥ സമീർ അബ്ദുൾ. റോഷാക്ക് സിനിമയുടെ അതേ തിരക്കഥാകൃത്ത് തന്നെയാണ് ഐ നോബഡിക്ക് പേന ചലിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥയിലെ ട്വിസ്റ്റുകൾ പ്രവചനാതീതമായിരിക്കുമെന്ന് ഉറപ്പാണ്. നിർമ്മാണം സുപ്രിയ മേനോൻ, മുകേഷ് ആർ മേത്ത, CV സാരഥി എന്നിവർ ചേർന്നാണ് ഈ ബിഗ് ബജറ്റ് ചിത്രം നിർമ്മിക്കുന്നത്. സംഗീതം ജെയ്ക്സ് വി ജോയ്. പശ്ചാത്തല സംഗീതത്തിലൂടെ പ്രേക്ഷകരെ സീറ്റിനെ അറ്റത്തിരുത്താൻ ജെയ്ക്സ് ബിജോയ്ക്ക് പ്രത്യേക കഴിവുണ്ട്. ട്രെയിലറിലെ മ്യൂസിക് തന്നെ ഇതിനകം ഹിറ്റാണ്. ഛായാഗ്രഹണം ദിനേശ് പുരുഷോത്തമൻ. ചിത്രത്തിൻ്റെ ഡാർക്ക് ആൻഡ് മൂവി വിഷ്വലുകൾ ക്യാമറയിലാക്കിയത് ഇദ്ദേഹമാണ്. എഡിറ്റിംഗ് റമീസ് MB. ട്രെയിലറിലെ നോബഡി കട്ടുകൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആക്ഷൻ ഡയറക്ടേഴ്സ് യാനിക് ബെൻ, കലായ് കിങ്സൺ, അമിത് ജോളി ബാസ്റ്റിൻ എന്നിവർ ചേർന്നാണ് ഹൈ വോൾട്ടേജ് ആക്ഷൻ സീനുകൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഇതിലെ അഭിനേതാക്കളുടെ പ്രകടന സാധ്യതകളാണ്. പൃഥ്വിരാജ് സുകുമാരൻ. ഒരു വശത്ത് പാവത്താനും മറുവശത്ത് അങ്ങേറ്റ അപകടകാരിയുമായ ഒരു ഗ്രേ ഷെയ്ഡ് കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത്. പാർവതി തിരുവോത്ത്. രാജീവിൻ്റെ ഭാര്യയായി മീരയായി പാർവതി എത്തുന്നു. ട്രെയിലറിലെ പൃഥ്വിരാജിനോട് കട്ടയ്ക്ക് നിൽക്കുന്ന പ്രകടനമാണ് പാർവതിയുടേത്. എന്ന് നിൻ്റെ മൊയ്തീൻ, കൂടെ എന്ന് ചിത്രങ്ങൾക്ക് ശേഷം ഇവരുടെ കോംബോ വീണ്ടും ഒന്നിക്കുന്ന എന്ന പ്രത്യേകതയുമുണ്ട്. ഹക്കീം ഷാജഹാൻ. ചിത്രത്തിൽ വളരെ നിർണായകമായ ഒരു വേഷത്തിലാണ് ഹക്കീം എത്തുന്നത്. മറ്റു പ്രമുഖർ അശോകൻ, വിജയരാഘവൻ, മധുപാൽ, ശങ്കർ രാമകൃഷ്ണൻ, നന്ദു, നിഷാന്ത് സാഗർ, നക്ഷത്ര CM, ഖാലിദ് റഹ്മാൻ, സഞ്ജു ശിവറാം, സുധി കോപ്പ എന്നിവരടങ്ങുന്ന ഒരു വമ്പൻ താരനിര തന്നെ ചിത്രത്തിലുണ്ട്. ഇനി നമുക്ക് യൂട്യൂബ് സോഷ്യൽ മീഡിയയിലും ഈ സിനിമയെക്കുറിച്ച് പ്രചരിക്കുന്ന ചില രസകരമായ ഗോസിപ്പുകളിലേക്ക് തിയറികളിലേക്കും കടക്കാം. റോഷാക്ക് യൂണിവേഴ്സുമായി ബന്ധമുണ്ടോ? സിനിമാ ഗ്രൂപ്പുകളിലെ ഏറ്റവും വലിയ ചർച്ച നിസാം ബഷീർ, സമീർ അബ്ദുൾ കൂട്ടുകെട്ട് വീണ്ടും ഒന്നിക്കുന്നതുകൊണ്ട് ഈ ചിത്രം റോഷാക്ക് സിനിമയുടെ അതേ പ്രപഞ്ചത്തിൽ നടക്കുന്നതാണോ എന്നാണ്. ലൂക്ക് ആൻ്റണിയുടെ കഥയുമായി ഇതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന തരത്തിലുള്ള ഫാൻ തിയറികൾ സജീവമാണ്. പൃഥ്വിരാജിൻ്റെ കഥാപാത്രം ഒരു സൈക്കോ കൊലയാളിയാണോ?
ട്രെയിലറിൽ പറയുന്ന ചില ഡയലോഗുകൾ വെച്ച് രാജീവൻ വെറും ഒരു ബാങ്ക് കള്ളൻ മാത്രമല്ല, ഭൂതകാലത്തിൽ വലിയ കൊലപാതകങ്ങൾ നടത്തിയ ഒരു സൈക്കോപാത്ത് ആണെന്ന രീതിയിലുള്ള റൂമറുകൾ പ്രചരിക്കുന്നുണ്ട്. കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന ആളാണോ രാജീവൻ എന്നാണ് പ്രേക്ഷകരുടെ ചോദ്യം. റിലീസ് ക്ലാഷും ഖലീഫ വിവാദവും. പൃഥ്വിരാജിൻ്റെ തന്നെ ബിഗ് ബഡ്ജറ്റ് മാസ് ചിത്രം ഖലീഫ ഓഗസ്റ്റിൽ ഓണം റിലീസായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഐ നോബഡി ജൂലൈ 9 എത്തുന്നതോടെ ഒരു മാസത്തെ ഇടവേളയിൽ 2 പൃഥ്വിരാജ് ചിത്രങ്ങൾ വരുന്നത് കളക്ഷനെ ബാധിക്കുമോ എന്ന ആശങ്ക ഇൻഡസ്ട്രിയിലുണ്ട്. കൂടാതെ ദുൽഖർ സൽമാൻ്റെ ഐ ആം ഗെയിം, നിവിൻ പോളിയുടെ ബെത്ലഹേം കുടുംബ യൂണിറ്റും ഓണത്തിന് വരുന്നുണ്ട്. ഇതിനിടയിൽ പൃഥ്വിരാജിൻ്റെ സ്വന്തം സിനിമകൾക്കിടയിൽ തന്നെ മത്സരം ഉണ്ടാകുകയാണോ എന്ന ഗോസിപ്പുകളും സിനിമാ മാർക്കറ്റിൽ സജീവമാണ്. ഹോളിവുഡ് ചിത്രം നോബഡിയുടെ റീമേക്കാണോ? ബോബ് ഒഡാൻകിർക്ക് അഭിനയിച്ച പ്രശസ്ത ഹോളിവുഡ് ആക്ഷൻ ചിത്രമായ നോബഡിയുമായി ഈ സിനിമയ്ക്ക് സാമ്യമുണ്ടോ എന്നൊരു സംശയം ചിലർ പ്രകടിപ്പിക്കുന്നുണ്ട്. അതിലും ഒരു സാധാരണ കുടുംബനാഥൻ്റെ ഭൂതകാല രഹസ്യങ്ങളാണ് കഥ. എന്നാൽ അണിയറ പ്രവർത്തകർ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു ഒറിജിനൽ ഹീ സ്റ്റോറി ആണെന്നാണ് അവകാശപ്പെടുന്നത്. എന്തായാലും മലയാളം സിനിമയ്ക്ക് അന്താരാഷ്ട്ര നിലവാരമുള്ള ഒരു ഹീസ്റ്റ് ത്രില്ലർ സമ്മാനിക്കാൻ ഐ നോബഡിക്ക് കഴിയുമെന്നാണ് ട്രെയിലർ തരുന്ന ഉറപ്പ്. ജൂലൈ 9 നമുക്ക് കാത്തിരിക്കാം. ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? പൃഥ്വിരാജ് പാർവതി കോംബോ വീണ്ടും തകർക്കുമോ? നിങ്ങളുടെ ഫാൻ തിയറികൾ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്തൊരു സിനിമാ വിശേഷവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.